ഹായ് ഓൾ, നമുക്കിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ക്രോഷ്യ ചെയ്യാൻ പഠിക്കാം. അതായത് ക്രോഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ഉണ്ട്. ഈ ചെയിൻ സ്റ്റിച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ക്രോഷ്യ ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പഠിക്കാം അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ത്രെഡാണ്. ഇപ്പം ഞാൻ ഇവിടെ വലിയൊരു ത്രെഡ് എടുക്കുന്നുണ്ട്, ഒരു വൂളൻ ത്രെഡ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു വലിയൊരു ത്രെഡ് എടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ത്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫിംഗേഴ്സ്, ഈ രണ്ട് ഫിംഗേഴ്സിന് മിഡിൽ ഫിംഗറും അതിൻ്റെ അടുത്തുള്ള ഫിംഗറും തമ്മിലിങ്ങനെ വെക്കുക, ക്രോസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ അടിയിലേക്ക് കൂടി എടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഹുക്ക് പോലെ നമുക്ക് ഫോം ചെയ്യുന്നത് കാണാം. നമുക്കിവിടെ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു ഹുക്ക് പോലെ ഫോം ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ത്രെഡ്, മേലെ നിന്നുള്ള ത്രെഡ് ഉണ്ടല്ലോ, ബാക്കിയുള്ള ത്രെഡിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഇങ്ങനെ വരുന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു ലൂപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ടല്ലേ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അതേ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുക, ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യുക. പിന്നെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് തന്നെ, ട്വിസ്റ്റ് ചെയ്യുക, ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. ഇത് നമുക്ക് ഈ ഒരു ത്രെഡിൽ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ ത്രെഡിൽ നമുക്ക്, അതായത് നോർമൽ വൂളൻ ത്രെഡില്ലേ, അതിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയൊരു ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിങ്ങനെ നമ്മൾ ലൂപ്പ് ചെയ്യുക, നമ്മൾ അത് ട്വിസ്റ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ലൂപ്പ് വരും. അങ്ങനെ നമുക്ക് ഇതന്നെ ഇനി നമുക്ക് നോർമൽ ത്രെഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് നോർമൽ ത്രെഡിലും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ത്രെഡ് നമ്മളെന്താക്കണം, നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ത്രെഡ് നമ്മൾ എടുക്കാം. എന്നിട്ട് ഈ ത്രെഡ് എന്ത് ചെയ്യാം, നമ്മളെ ഫസ്റ്റ് ലൂപ്പ് ഫോം ചെയ്യേണ്ടത്. ഫസ്റ്റ് ലൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കുക, മിഡിൽ ഫിംഗറും അതിൻ്റെ ഇപ്പുറത്തുള്ള ഫിംഗറിലും പിടിക്കുക. നമ്മൾ ഇതാക്കുക, ഒരു ക്രോസ് വരുത്തുക. ക്രോസ് വരുമ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം ഇങ്ങനെ 2 ലൈൻ വരണം. ഈ 2 ലൈനിൽ ഒന്നിൻ്റെ അടിയിൽ കൂടി പോവുക, മറ്റേ ഡ്രാഗ് ചെയ്യുക, ഉള്ളിലേക്ക് എടുക്കുക. ഇങ്ങനെ ഉള്ളിലെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ലൂപ്പ് വരും. ഈ ഒരു ലൂപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അടിയിലത്തെ ആ ഒരു ത്രെഡില്ലേ, ആ ഒരു ത്രെഡ് നമുക്ക് ചെറുതാക്കാനോ വലുതാക്കാനോ നമുക്ക് സാധിക്കും കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ട്വിസ്റ്റ് ചെയ്യുക, ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യുക. അതായത് ഒന്നിൻ്റെ അണ്ടറിലേക്ക് കൂടി ട്വിസ്റ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൂടി നമ്മൾ അതിനെ ഒന്ന് ഹുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കൂടി ഡ്രാഗ് ചെയ്യുക. അത്ര ഈസിയാണ്. ഇപ്പം നമ്മുടെ ത്രെഡ് കുറച്ചും കൂടി ലൂസായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ലൂസായിട്ടാണ് ചെയ്തത്. അപ്പം കുറച്ചും കൂടി ടൈറ്റായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ത്രെഡ് കുറച്ച് ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെയിം പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ടൈറ്റായിട്ട് പിടിച്ചിട്ട് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവാൻ പറ്റും എന്താണ് ഈ 2 കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു ഹോൾ, ഇടയ്ക്കിടയ്ക്കുള്ള ഹോള് കാണുന്നുണ്ട്. മറ്റേതിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ഹോള് മാത്രമേ കാണുള്ളൂ. നമുക്കങ്ങനെ ഹോളായിട്ടൊന്നും കാണൂല. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചെയിൻ സ്റ്റിച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് വീണ്ടും സെയിം പ്രോസസ്സ് ഒന്നും കൂടി കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. നമ്മൾ ക്രോസ് ആക്കുന്നു, വീണ്ടും ഒരു ലൂപ്പ് ഫോം ചെയ്യിക്കുന്നു, പിന്നെ ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു ഉള്ളിലേക്കൊരു ലൂപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം കൊണ്ട് നമ്മൾ വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക,
വീണ്ടും ആ ട്വിസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച്. ഈ ചെയിൻ സ്റ്റിച്ച് മാത്രം മതി നമുക്കിനി എന്ത് ചെയ്തെടുക്കാൻ.